ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ തടിയിൽ ഇങ്ങനെയുള്ള ചെറിയ ഡോട്ടുകളും ഇങ്ങനെയുള്ള പൊള്ളൽ പോലെയുള്ള ഭാഗങ്ങളും കണ്ടിട്ടുണ്ടോ? അങ്ങനെ വാതിലുകൾ നമ്മൾ പണിത് വെച്ച് കഴിഞ്ഞ് വെയിലടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചുരുങ്ങിയിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ വാതിലുകളും ജനലുകളും ഒക്കെ പണിത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തടി ചുരുങ്ങിയിട്ട് അതിൻ്റെ ഗ്യാപ്പുകൾ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ സാധാരണയായിട്ട് തടിപ്പണിക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാമോ? നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ വീടിൻ്റെ ജനലുകളും വാതിലുകളും എല്ലാം കട്ടള അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെച്ചതിന് ശേഷം ജനലിൻ്റെ അടപ്പുകൾ അല്ലെങ്കിൽ അതിന് ഷട്ടേഴ്സ് എന്നാണ് പറയുന്നത്, ഡോറിൻ്റെ ഷട്ടേഴ്സ് ഇതെല്ലാം ഫിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോറിൻ്റെ ഷട്ടേഴ്സും ജനലിൻ്റെ ഷട്ടേഴ്സും ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തടിയിൽ നല്ല രീതിയിൽ വെയിലടിക്കുന്ന ചില ഭാഗങ്ങളുണ്ടാകും. ഈ വെയിലടിക്കുന്ന ഭാഗങ്ങളിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് തടിയുടെ ഗ്യാപ്പ് വരിക, അതെങ്കിൽ ജോയിൻസിനെല്ലാം ഗ്യാപ്പ് വരിക എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ആഞ്ഞിലി പോലെയൊക്കെയുള്ള, ആഞ്ഞിലി എന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ വുഡിനും നേരിട്ട് വെയിലടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ചുരുങ്ങുക എന്ന് പറയുന്ന സ്വഭാവം. ഇതുപോലെ തന്നെ മഴക്കാലത്ത് ഇത് വികസിക്കുകയും ചെയ്യും. ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്നൊരു പ്രധാന പ്രശ്നമാണ്, ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നൊരു സ്വഭാവം. എന്നാലും മഴക്കാലത്ത് എല്ലാ ജനലുകളും വാതിലും വളരെയേറെ ടൈറ്റായിട്ടിരിക്കുകയും ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തുറക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് പറയുന്നത് തടിയുടെ ചുരുങ്ങലും അതുപോലെ തന്നെ വികസിക്കലും കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇത് വാസ്തവത്തിലൊരു പ്രധാന കുഴപ്പമൊന്നുമല്ല. ഇത് എല്ലാ മെറ്റീരിയലുകളുടെയും, നമ്മുടെ ലോകത്തുള്ള എല്ലാ മെറ്റീരിയലുകളുടെയും ഒരു സ്വഭാവ വിശേഷമാണ്. അകത്തെ ജലാംശം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഇതിൻ്റെ സൈസിലുണ്ടാകുന്ന കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്യാപ്പ് ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രധാന കാരണമാകുന്നത്. അപ്പോൾ നമ്മളൊരു തടി അറുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉണങ്ങാനായിട്ട് വെക്കണം. എന്നാൽ വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കാൻ പറ്റില്ല. വെയിലത്ത് വെച്ച് ഉണക്കിക്കഴിഞ്ഞാൽ ഇതിന് വളവുണ്ടാകും. അതിന് സാധാരണ പറയുന്നത് വട്ടയ്ക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നിവർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നേരിട്ട് വെയിലത്ത് വെച്ച് അതിനെ നമുക്ക് ഉണക്കുന്ന ഒരു സ്വഭാവം വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നല്ല രീതിയിൽ വെയിലുള്ള സമയത്ത് തണലത്ത് വെച്ച് ഇതിനെ ചാരി വയ്ക്കുകയോ അല്ലെങ്കിൽ കിടത്തിയിട്ട് വെയിറ്റ് വയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് ഇതിനെ ലെവലാക്കി തന്നെ ഉണക്കിയെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇതിനകത്ത് ജലാംശം മുഴുവൻ നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നല്ല രീതിയിൽ ഈ നമുക്ക് തടിക്ക് ഗ്യാപ്പ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ തടി സാധാരണയായിട്ട് നല്ല രീതിയിൽ വലിഞ്ഞാൽ മാത്രമേ പണിയാവുള്ളൂ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പ് വരുന്ന ഒരു സ്വഭാവം. ഇനി അതെങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ്. തടിയുടെ ഡോറ് എല്ലാം പണിതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ച് പെയിൻ്റ് അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പെയിൻ്റ് ഇങ്ങനെ പൊട്ടി വിട്ടു പോവുക, അല്ലെങ്കിൽ പ്രൈമറിന് ഈ ജോയിൻറ്റുകളെല്ലാം തന്നെ പൊട്ടി വിട്ടു വരിക, അത് ഒരു സ്വഭാവമായിട്ട് കാണുന്നതാണ് തടി ചുരുങ്ങുന്നതിന് ഒരു പ്രധാന എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ്. എന്നാൽ അതിനേക്കാളും കൂടുതലായിട്ട് ജലാംശം കൂടുതലുള്ള തടികളിലാണെങ്കിൽ കാണുന്നൊരു പ്രധാന പ്രശ്നമാണ് പെയിൻറ്റ് ഇങ്ങനെ ബൾജ് ചെയ്ത് വരിക. അപ്പോൾ ഈ പെയിൻറ്റ് ബൾജ് ചെയ്ത് വരുന്നതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ജലാംശം വെയിൽ അടിക്കുമ്പോഴത്തേക്ക് ചൂടായി പുറത്തേക്ക് വരികയും അത് നീരാവിയായിട്ട് പുറത്തേക്ക് വരാൻ ശ്രമിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ പുറത്ത് നമ്മൾ അടിച്ചിരിക്കുന്ന പ്രൈമറിന് ചെറിയ രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പ്രൈമർ തള്ളി പുറത്തേക്ക് വരില്ല. എന്നാൽ ഇനാമൽ പെയിൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിജിഡാണ്. അതിനിടയിൽ കൂടെ ഗ്യാപ്പ് ഒന്നുമില്ല, ഒട്ടും തന്നെ എയർ പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പുറകിൽ നിന്ന് വരുന്ന ഈ നീരാവി ഈ ബൾജ് ചെയ്യിപ്പിക്കും ഇതിനെ. അങ്ങനെ ബൾജ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ നിന്ന് ഇത് പൊടിഞ്ഞ് ഇല്ലാതെയാവും, ആ പെയിൻറ്റ് പൊടിഞ്ഞില്ലാതെയാവും, ബ്രിട്ടിലായി പോകും. അപ്പോൾ ഇങ്ങനൊരു സ്വഭാവം കാണിക്കുന്നത് കൊണ്ടാണ് പെയിൻറ്റ് അടിക്കുന്നതിന് മുൻപ് നമ്മുടെ ജനലുകളാണെങ്കിലും വാതിലുകളാണെങ്കിലും നല്ല രീതിയിൽ ഡ്രൈ ആയിരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമാണ് ജനലും വാതിലൊക്കെ പണിതിങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ കട്ടളയുടെയും വാതിലിൻ്റെയും ഗ്യാപ്പ് കൂടിപ്പോവുക എന്ന് പറയുന്നത്. അതും തടി ചുരുങ്ങുന്നതിൻ്റെ പ്രധാന പ്രശ്നമാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില റെമഡീസൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അതൊന്നും പെർഫെക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ തടി ചുരുങ്ങാതിരിക്കാൻ പ്രധാനമായിട്ടും നമ്മൾ കണ്ടെത്തേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, തടി നല്ല രീതിയിൽ വെള്ളം വലിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പണിയാൻ ശ്രമിക്കുക എന്നത് തന്നെയാണ്. ആഞ്ഞിലി പോലെയുള്ള ചില തടിയെന്നല്ല, ആഞ്ഞിലി, മഹാഗണി അങ്ങനെയുള്ള തടികളെല്ലാം തന്നെ നല്ല രീതിയിൽ ചുരുങ്ങാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചുരുങ്ങുന്ന സ്വഭാവം തീരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ട്രീറ്റ് ചെയ്ത തടി കൊണ്ട് നമുക്ക് കട്ടളയും കതകും പണിയുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ സാധാരണ വീട്ടിൽ നിൽക്കുന്ന മരം വെട്ടി അറുപ്പിച്ച് നേരെ അങ്ങ് പണിയാറാണ് പതിവ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ
മില്ലിൽ പോവുക, ഒരു തടി എടുക്കുക, അതിനെ മുറിക്കുക, നേരെ കൊണ്ടുവന്ന് ഒരു 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മൾ ഉണങ്ങാൻ വയ്ക്കും. എന്നിട്ട് പണി ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത്രയും സമയം കൊണ്ട് ചിലപ്പോൾ ഉണങ്ങി കിട്ടാൻ ചാൻസ് കുറവാണ്. കാര്യം നമ്മൾ ആ സമയത്ത് മഴ പെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി തടി ചുരുങ്ങാതെ വികസിച്ച് തന്നെ ഇരിക്കുകയായിരിക്കും. അങ്ങനെയായിരിക്കും നമ്മൾ പണിത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ വെയിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ജലാംശം നഷ്ടപ്പെട്ട് ഇതങ്ങ് ചുരുങ്ങും. അങ്ങനെയാണ് ഈ ഗ്യാപ്പുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് പുട്ടികളൊക്കെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. NC പുട്ടി പോലുള്ള പുട്ടികളുണ്ട്, നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള പുട്ടികളുണ്ട്. പക്ഷേ നേരിട്ട് വെയിലടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ പൊട്ടിപ്പോകും. അപ്പോൾ NC പുട്ടി പോലുള്ള പുട്ടികളൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് നമ്മൾ സാധാരണഗതിയിൽ ഇതൊക്കെ പെയിൻ്റ് അടിച്ച് ലെവലാക്കാറാണ് പതിവ്. അത് ഒരുമാതിരി നല്ലോണം ഡ്രൈ ആയി കഴിയുമ്പോൾ NC പുട്ടിയൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് പേപ്പറൊക്കെ പിടിച്ച് ലെവൽ ചെയ്ത് നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യാറുണ്ട്. എന്നാലും ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് പിന്നീട് വരുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ പുട്ടി പിടിപ്പിക്കുന്ന ഭാഗങ്ങളിലൊക്കെ പുട്ടി ചൂടാകുകയും അതുപോലെ തന്നെ തടി ചൂടാകുകയും ചെയ്യുന്നത് രണ്ടും രണ്ട് സമയത്തായിരിക്കും. രണ്ട് രീതിയിലുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് ഇത് രണ്ടും രണ്ട് സമയത്ത് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് വരും. അത് ചൂടാകാനുള്ള സമയം എടുക്കുന്നതിൻ്റെ ഡിഫറൻസ് വരും. അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോകും. അങ്ങനെയാണ് ഈ പറയുന്ന ഡോറിൻ്റെ ഗ്യാപ്പുകൾ എത്രയൊക്കെ പൂട്ടിയിട്ട് അടച്ചാലും ചില സമയത്ത് അത് പൊളിഞ്ഞു വരാനുള്ള കാരണമാകുന്നത്. ഇപ്പോൾ തടിയുടെ ജോയിൻറ്റുകളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് ജോയിൻറ്റ് ഫില്ലർ എന്ന് പറയുന്ന വേറൊരു മെറ്റീരിയൽ ഉണ്ട്. ഈ ജോയിൻറ്റ് ഫില്ലറും നമ്മളുടെ ഹോളുകളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. ഹോളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻറ്റിനകത്ത് ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടെന്നോ ഇങ്ങനെ ഹോൾ ഉണ്ടായിരുന്നെന്നോ ഒന്നും അറിയാൻ മേലാത്ത വിധത്തിൽ നമുക്ക് അത് ഫില്ല് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് സ്റ്റെയിനർ എന്ന് പറഞ്ഞൊരു പെൻസിൽ അല്ലെങ്കിൽ സ്റ്റെയിനർ എന്ന് പറയുന്ന ഒരു പെൻ കിട്ടും. ഈ സ്റ്റെയിനർ പെൻ ഉപയോഗിച്ച് കൃത്യമായിട്ട് അതിന് കൂടെ ലൈൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വുഡ് അല്ലെന്ന് നമ്മൾ പറയില്ല. ആ വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്റ്റെയിനിങ് സിസ്റ്റമൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അങ്ങനെ അധികം ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. സ്റ്റെയിനിങ് പെൻ ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കവർ ചെയ്യുക, അങ്ങനെയുള്ള കുറേ അധികം പ്രോസസ്സുകൾ ഇപ്പോൾ നമുക്ക് ന്യൂ ടെക്നോളജീസിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കതിനെ ചെയ്ത് ലെവലാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നേരിട്ട് വെയിലടിക്കുന്ന ഭാഗങ്ങളിൽ ഇതൊന്നും തന്നെ പ്രാവർത്തികമാകണം എന്നില്ല. തടി കൊണ്ട് വീട്ടിലെ ജനലും കട്ടളയും അല്ലെങ്കിൽ അതിൻ്റെ ഡോറുകളും ഷട്ടേഴ്സും എല്ലാം പിടിപ്പിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കുക. തടി മാക്സിമം വലിഞ്ഞതിന് ശേഷം, മാക്സിമം ഡ്രൈ ആയതിനു ശേഷം മാത്രം അതിൻ്റെ പണികൾ ചെയ്യുക. അല്ലാതെ പച്ചയ്ക്ക് തടിയെടുത്ത് വെച്ച് പണിത് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്യാപ്പുകൾ വളരെ വലുതാകുകയും ചിലപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന ആണിയെല്ലാം ഊരിപ്പോകുന്നത് വരെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഡ്രൈ ആയ തടിയിൽ മാത്രമേ ഈ പറയുന്ന ഡോർ ഷട്ടേഴ്സും എന്ത് ഉപകരണങ്ങളാണെങ്കിലും നിങ്ങൾ പണിയാവുള്ളൂ. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.